നമസ്കാരം. നിർമ്മൽ പാലാഴി എന്ന് പറഞ്ഞ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആൻഡ് നടൻ. ഇവർ നമുക്ക് അറിയുന്ന കോമഡി സീനുകളും അല്ലെങ്കിൽ കോമഡി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നമ്മുടെ നിർമ്മൽ പാലാഴി എല്ലാവർക്കും അറിയുന്നതാണ്. പുള്ളിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നടി പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് ആ ഒരു യുവാവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആൾ മീനാക്ഷി, ആ ഒരു കുഞ്ഞു ഒപ്പത്തിലൊക്കെ അഭിനയിച്ച മീനാക്ഷിയുടെ ഫോട്ടോകളും ഇതൊക്കെ AI ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഒരാളുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ്. AI സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞ സംഗതി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മഞ്ഞപ്പത്രങ്ങളുടെ ഇതിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോരോ ഇതുണ്ടാവുമല്ലോ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപും കാവ്യയും തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തമ്പനയിൽ വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പടത്തിൻ്റെ അല്ലെങ്കിൽ വല്ലതിൻ്റെയൊക്കെ ന്യൂസ് ആയിരിക്കും. ഇവരത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇരുന്ന തരത്തിലുള്ള ഒരു ഇതായിട്ട് പോകും. അതും നല്ല രീതിയിൽ ഇത് കണ്ട പാതി കാണാത്ത പാതി ഇതിൽ കമൻ്റ് ഇടുന്നവരും പേഴ്സണലി വന്ന് തെറി പറയണവരുണ്ട്. അത് ഒരു വശത്തുള്ളവർ. അതല്ലാതെ ഇങ്ങനെയുള്ള കുറച്ച് ക്ലിക്ക് ബൈ ത്രൂ ഇതുപോലെയുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ട് ഹെഡിങ് ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെയുണ്ട്. മഞ്ഞപ്പത്രക്കാരെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കുറേ സ്വയം പ്രഖ്യാപിത ചാനലുകളുണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ ചാനലുകളുണ്ട്. അതിൽ ഇതേപോലെ നിർമ്മൽ പാലാഴിൻ്റെയും വൈഫിൻ്റെയും ചിത്രം വെച്ചിട്ട് ഈ ലൈക്കിൻ്റെ അഭ്യർത്ഥന വെച്ചിട്ടുള്ള കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടതായിരുന്നു മറ്റേ ഫേസ്ബുക്കിൽ തന്നെ. ഞാൻ എൻ്റെ പേജിൽ പല പോസ്റ്റുകളും ചെയ്യാറുണ്ട്. എൻ്റെ പ്രോഗ്രാം, സിനിമ, എനിക്ക് അടുത്ത ബന്ധമുള്ളവരുടെ പോസ്റ്റുകൾ, എനിക്ക് നേരിട്ടറിയാവുന്ന സുഖമില്ലാത്ത ആളുകൾക്ക് സഹായ അഭ്യർത്ഥന, എന്നെ അറിയുന്ന മനസ്സിലാക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തു വരുന്നുണ്ട്. ഇന്നേ വരെ ലൈക്ക് തരുമോ എന്ന് ചോദിച്ചു ഇരുന്നിട്ടില്ല. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെയും ഭാര്യയുടെയും ഫോട്ടോ വെച്ച് ഇങ്ങനെ അപമാനിക്കുന്ന ഇങ്ങനെയുള്ള മഞ്ഞപ്പത്രങ്ങളെ അടച്ചുപൂട്ടാൻ എന്നെ ഇഷ്ടമുള്ളവർ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഈ പേജിനൊന്ന് റിപ്പോർട്ട് അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശ്യാം കേളതീർത്ത കളതീർത്ത കാലം അങ്ങനെ എന്തോ ഒരു ഇതും, പിന്നെ ഒരു അതന്നെ ഫാൻസ് ഒന്നും ഇല്ലാത്ത എനിക്ക് ലൈക്ക് കിട്ടില്ല എന്നറിയാം എന്നാലും പറഞ്ഞിട്ട് ഒരു 2-3 പോസ്റ്റും കാര്യങ്ങളെല്ലാം നിർമ്മൽ പാലാഴിൻ്റെയും വൈഫിൻ്റെയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ പുള്ളി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് കിട്ട എന്നെ കൊണ്ട് ഇങ്ങനെ ലൈക്ക് ഇരക്കിക്കാതെ സ്വന്തം വീട്ടുകാരുടെ ഫോട്ടോ ഇട്ടുകൂടെ പൊന്നു സുഹൃത്തെ, കഷ്ടം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ അതിൻ്റെ താഴെ ആ ഫോട്ടോ എന്തായാലും കമൻ്റ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം അവൻ്റെ പേജിനെ പ്രൊമോഷൻ ചെയ്യുന്നതാണോ, ഒരാളിനെ അപമാനിക്കലാണോ എന്നുള്ള കാര്യം അറിയില്ല. വേറൊന്നുമില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു, ഈ ഫേസ്ബുക്കിലാണ് കുറേ ഇങ്ങനെയുള്ള കുറേ മഞ്ഞപ്പത്രക്കാരൻ്റെ ലെവൽ വരും. മഞ്ഞപ്പത്രക്കാർ ഇങ്ങനെയുള്ള കുറേ ഫേക്ക് പേജാണോ, ഇനിയിപ്പോൾ ഒരു ആ ഫേക്കിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടുവാണോ, ഹൈപ്പ് കിട്ടിയ ശേഷം പേര് മാറ്റുക എന്നുള്ള കാര്യം അറിയില്ല. ഓരോരോ പാവപ്പെട്ട നിർധരായ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട്, ഓരോരോ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട്, അങ്ങനെയൊക്കെ കുറേ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് ഈ കുട്ടിക്ക് ഇരിക്കട്ടെ ഒരു ലൈക്ക്, അല്ലെങ്കിൽ ഈ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ലൈക്ക്, അല്ലെങ്കിൽ ഒരു ഹായ് തരുമോ, ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടം പോലെ പേജുകൾ നിലവിൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെയുള്ള സ്കാമുകൾ കുറേ. എന്തിനാണ് ഏതിനാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ നിർമ്മൽ പാലാഴി എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഇതിനേക്കാൾ താരനിരകൾ നീണ്ടു നിറന്ന് കിടക്കുന്നുണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. അവൻ്റെയൊക്കെ ഓരോരോ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ച്, സിനിമാ നടികളായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ, എനിക്കിരിക്കട്ടോ ലൈക്ക് തരുമോ, പ്ലീസ് സപ്പോർട്ട് പ്ലീസ്, കൈയും കാലും പിടിക്കുന്ന പോലത്തുള്ള ഹെഡിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ നിലവിൽ ചെയ്യുന്നത്. അത് പല രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുണ്ട്. പിന്നെ ഈ മോർഫ് ചെയ്ത ഫോട്ടോ വെച്ചിട്ട് ലൈക്ക് തരുമോ എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളെല്ലാം നിലവിലുണ്ട്. ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ വ്യക്തികളുടെ ഒരു പേഴ്സണൽ ലൈഫിലോട്ടൊരു എടുത്ത്, കാരണം ഇത് ഷെയർ ചെയ്ത് പോകല്ലേ. ഒരാളുടെ ഫോട്ടോ, പ്രൊഫൈൽ ഫോട്ടോ, അല്ലെങ്കിൽ സ്വന്തം സ്വകാര്യ ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ മറ്റുള്ളവർ എടുത്തിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുകയാണ്. പലതരത്തിലുള്ള പല രീതിയിലുള്ള ഇതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഈ നിർദ്ധരായ കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ഒരു അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം ചെയ്തൊക്കെ നിലവിൽ ഇതേപോലെ സ്കാം എന്നുവെച്ചാൽ തട്ടിപ്പ് നടത്തുന്ന കുറേ പേരുണ്ട്. ഈ തട്ടിപ്പ് നടത്തുമ്പോൾ നമുക്ക് പേഴ്സണലി നമുക്കും തോന്നും, ശരിക്കത്തെ വരുന്ന സമയത്തും അയ്യോ ഇനി ഇതിപ്പോൾ കളവായിരിക്കുമോ, ഇനിയിപ്പോൾ അത് നേരത്തെ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, ഇനിയിപ്പോൾ ഇത് കളവായിരിക്കുമോ എന്ന് നമുക്ക് പേഴ്സണലി തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്.
നിർമ്മൽ പാലാഴി ഇതിപ്പോൾ നിലവിൽ വരുമ്പോൾ നമ്മളും പേഴ്സണലി നമ്മൾ ചില സമയത്ത് നമുക്ക് തോന്നും ചിലപ്പോൾ ഇതിങ്ങനെ ആയിരിക്കുമോ എന്നുള്ളത്, പുള്ളി തന്നെ ഷെയർ ചെയ്തായിരിക്കുമോ പറയിപ്പിച്ചായിരിക്കുമോ എന്നൊക്കെ. ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു എന്താ പറയുക, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇതിൽ കൊണ്ടുവരേണ്ട രീതിയിലാണ് ഇങ്ങനെയുള്ള ചില പോസ്റ്റുകളൊക്കെ വരുന്നത്. ഇപ്പം നിർമ്മൽ പാലാഴിൻ്റെ ഇങ്ങനെ ഒരു പോസ്റ്റ് ശ്രദ്ധപ്പെട്ട് പുള്ളി എന്നെ കമൻറ്റ് ചെയ്തു, പുള്ളി സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്തു. ഇതിന് മടിക്കുന്ന കുറേ പേരുണ്ട്. അവർ ഏതോ ഒരു ഇതാണ് ശ്യാം അങ്ങനെ ഒരു പേരാണ് ഇത് പേജിൻ്റെ പേര്, അതിലാണ് പുള്ളിൻ്റെ ഫോട്ടോ വന്നത്. ആ പേരിലാണ് പുള്ളിൻ്റെ ഇത് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഇഷ്ടം പോലുള്ള ഗ്രൂപ്പുകൾ നിലവിൽ സിനിമ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഫിലിം ഫാക്ടറി അങ്ങനെ കുറേ 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 തട്ടുമുട്ട് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിലൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള മോർഫ് ചെയ്തതായിക്കോട്ടെ അല്ലാത്തതായിട്ട് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തോ ദൈവം സഹായിച്ചിട്ട് അങ്ങനെയുള്ളതൊന്നും അല്ല വന്നത്. സാധാ ഒരു രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോ ആണ്. നേരത്തെ ഉള്ള സമയത്തൊക്കെ ഇഷ്ടം പോലെ ഫോട്ടോകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രവീണിനെ ഞാൻ കേസ് പറഞ്ഞല്ലോ, അതെല്ലാം അവനെയൊക്കെ എല്ലാം പിടിച്ചു. വീണ്ടും ആ ചങ്ങാതി തുടങ്ങി. എന്താ ഈ നരമ്പന്മാരുടെ അസുഖം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ നടികൾ, നടന്മാരിനെയൊക്കെ ഇങ്ങനെയുള്ള ഇതിൽ പോയി പെടുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അവൻ്റെ ഒരു ഫെയിമാണ്. അവർ ഫെയിമിൽ ഇവർക്ക് ഇട്ട് കഴിഞ്ഞ് ഇവൻ്റെ പേജിന് കുറച്ച് റീച്ച് കിട്ടും എന്നുള്ള ഒരു തന്നെയാണ്. അടുത്ത നല്ലൊരു ചൂടൻ ഫോട്ടോകൾ കണ്ട് ഈ പേജ് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് എന്ത് സുഖമാണ് അവർ കിട്ടുന്നുള്ള കാര്യം ആലോചിക്കില്ല. പണിയെടുത്ത് തിന്നാനുള്ള ഒരു ഇതൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്കാം പോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇടുന്നത്. ഇതെല്ലാം ഫേക്ക്. ഇതൊക്കെ ഒരാൾക്ക് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്നറിയോ. അതുപോലെ തന്നെ ഇതൊക്കെ ഒറിജിനൽ ആണോ എന്നുള്ളത്, ഒറിജിനലുള്ളതൊന്നും ഇങ്ങനെയല്ല വരിക. നമ്മൾ ഈ മലയാള മനോരമ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മാതൃഭൂമി, കൈരളി അങ്ങനെയുള്ള കുറേ ഇവരുടെ പേജൊക്കെ കണ്ടിട്ടുണ്ട്. അതിലും വരുന്നത് നമ്മൾ ഈ ഹെഡിങ് തലക്കെട്ട് വരുന്നത് പല രീതിയിലായിരിക്കും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ ആയിരിക്കും ചിലതിൽ വരിക. അതല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു അപമര്യാദയായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈക്ക് തരുമോ ഷെയർ ചെയ്യുമോ അല്ലെങ്കിൽ പുള്ളിൻ്റെയും വേറെ വല്ല നിർദ്ധരായ കുട്ടിൻ്റെയും വെച്ചിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട് സഹായം ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു സെലിബ്രിറ്റി വന്ന് നിന്നാലല്ലേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ പൈസ കൊടുക്കണവരുണ്ടാവാം. അല്ലാത്തവർ പെടുക തന്നെ ചെയ്യും, ഈ ഒരു ഇതിലൊക്കെ പോയി പെടുകയും ചെയ്യും. പിന്നെ ഇങ്ങനെയുള്ള ഓരോ സോഷ്യൽ മീഡിയയിൽ വന്നാൽ അപമാനിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഈ പേജിൻ്റെ അഡ്മിൻ ആയിക്കോട്ടെ ഹാൻഡിൽ ആയിക്കോട്ടെ, അവർക്കൊരു കുടുംബമുണ്ട്. നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോകളും കാര്യങ്ങളെല്ലാം ഇതേപോലെ വേറൊരാൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, കാരണം ഇവൻ്റെ കുടുംബക്കാരും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ഫോട്ടോ വെച്ച് മറ്റുള്ളവൻ തെണ്ടണു എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആത്മാഭിമാനം സമ്മതിക്കാത്ത ഒരു ലെവലിൽ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോരോ പ്രതികരണമായിട്ട് ഓരോരുത്തർ രംഗത്ത് വരുന്നത്. ഈ സ്കാമുകൾ നിൽക്കണം, അവരവരുടെ രീതിയിൽ പണിയെടുക്കുക, ജീവിക്കുക എന്നുള്ളതല്ലാതെ ഒരാളുടെ ഫോട്ടോ ഇട്ടിട്ട് വേണ്ടേ വേണോ, അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്യിപ്പിച്ചിട്ട് വേണോ നിങ്ങളുടെ പേജിനെ ഗ്രോത്ത് ചെയ്യാൻ. വേറെ എന്തൊക്കെ പരിപാടിയുണ്ട്, പൈസ കൊടുത്തുള്ള പരിപാടിയുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാണ്ട് ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. എന്നാലും നിർമ്മൽ പാലാഴി കറക്റ്റ് ലെവലിൽ ആ താഴത്ത് വന്നിട്ട് കമൻറ്റ് കൊടുത്തത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കുറച്ചും കൂടി കടുത്ത ഭാഷയിൽ പറയാൻ അതിനനുസരിച്ചുള്ള ഫോട്ടോ വന്നിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതും പറഞ്ഞിരിക്കും പുള്ളി. എല്ലാവരും ഇതുപോലെ പ്രതികരിച്ചാൽ മതി. പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഇതായതുകൊണ്ട് പുള്ളി അത് പോസ്റ്റ് അടക്കം ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർ ചിലപ്പോൾ സാധാരണ പെൺകുട്ടികൾ വരെ പെട്ടുപോകാറുണ്ട്. അവരൊന്നും വെളിയിൽ പറഞ്ഞ് ഇനിയിപ്പോൾ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സമൂഹം എങ്ങനെ കാണുന്നുള്ള പേടിയിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെയാണ് അവരുടെ വരുമാനം, ആ പേടിയാണ് അവരുടെ വരുമാനം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്കാമുകളൊന്നും നിർത്താം. കാരണം ഓരോ ദിവസം കൂടുമ്പോൾ ഈ സാങ്കേതിക വിദ്യ കൂടി മേലെ പൊക്കോണ്ടിരിക്കുന്നത്. എത്രത്തോളം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ഇത് ഈ പറഞ്ഞ നിർമ്മൽ പാലാഴിൻ്റെ കേസിലായിക്കോട്ടെ, ഈ പേജ് ഒറിജിനലാണോ അല്ലയോ എന്നും കൂടി അറിയില്ല. പേജിന് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നാളെ നോക്കുന്ന സമയത്ത് നാളെ വേറൊരു പേരിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേജ് അറിയപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള സ്കാമുകൾ തടയണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുമല്ലേ, അതൊക്കെ നിയമം ഇതിൻ്റെ ഒരു മാർക്ക് സക്കർബർഗ് തന്നെ വിചാരിക്കണം എന്നുള്ള ലെവലിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരും ശ്രദ്ധയിൽപ്പെട്ട അപ്പപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം അപ്പപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിയമവശങ്ങളായിക്കോട്ടെ അതിൻ്റെ പുറകെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.